ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബിടെക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കുറേ ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ ബിടെക് ഏതും ആയിക്കോട്ടെ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഏത് ബിടെക് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഇതാ ഇവിടെ റിലീസായിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതായത് IO എന്ന് പറയുന്ന പോസ്റ്റിലോട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് ഈ ഏപ്രിൽ വന്നിട്ടുള്ള ഗസറ്ററിൽ റിലീസായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ, മറക്കരുത്. മെയ് 2-നാണ് എന്ത് ചെയ്യേണ്ടത്, അവസാന ഡേറ്റ് വരുന്നത്. അതിനു മുമ്പ് എല്ലാവരും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 030/2024 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു എനിക്ക് തോന്നുന്നു 5-6 മാസങ്ങൾക്കൊക്കെ ശേഷം ആണ് നമുക്ക് എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഡീറ്റെയിൽസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ സ്കെയിൽ പേ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ബിടെക് കഴിഞ്ഞവർക്ക് കേരള PSCയുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഗ്ലാമർ പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, IO പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്വപ്നമായിട്ട് കാണുന്ന ഒരു പോസ്റ്റാണ് IO പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഒക്കെ ആന്റിസിപ്പേറ്റഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 1836 ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ജനറൽ കാറ്റഗറിക്കാണ് 36 വയസ്സ് വരുന്നത്. അതിന് SC ST അതുപോലെ OBC ആകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഇളവുകൾ ഏജ് ലിമിറ്റിൽ ഉണ്ടാവും. ഇതാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, നിങ്ങൾ ബിടെക് പാസ്സായതാണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ എന്ത് ചെയ്യാം, എത്ര നേരത്തെ ആരംഭിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ എന്ത് ചെയ്തോ, ആരംഭിച്ചോ, അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ എത്താൻ പറ്റും. അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ ഒരുപാട് മാസ് വാക്കൻസി വരുന്ന ഒരു പോസ്റ്റ് അല്ല, എന്നാലും തിരക്കേടില്ലാത്ത രീതിയിൽ കഴിഞ്ഞ തവണ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അതിന്റെ ലാസ്റ്റ് ടൈമിലെ ലിസ്റ്റ് വാലിഡ് ആണ്. അതിൽ നിന്ന് അഡ്വൈസുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിലബസ് ആണ് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളത്. കാരണം അപ്ലൈ ചെയ്യാം, ബിടെക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു സിവിലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നുള്ള ഭാഗങ്ങളായിരിക്കും നമ്മുടെ സിലബസിൽ കൂടുതൽ. അപ്പൊ ഇങ്ങനെ ഏതൊരു എഞ്ചിനീയർ ബ്രാഞ്ചിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആകുമ്പോൾ അതിലെന്തായിരിക്കും സിലബസ് എന്നുള്ള ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കഴിഞ്ഞ തവണ എക്സാം നടന്ന കാറ്റഗറി നമ്പർ 125/2018. 2018 പ്രീവിയസ്ലി നോട്ടിഫിക്കേഷൻ വന്നത്. 2019 എക്സാം. എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് വന്നത് 2021. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും വാലിഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പേടി വരും, എന്താണ് അല്ലെ, നമുക്കൊരു ടെൻഷൻ വരും. നമ്മൾ ഈ എല്ലാ ബ്രാഞ്ചിലുള്ളതും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വേണ്ട, നമ്മുടെ ഫസ്റ്റ് ഇയറുകളിൽ പഠിച്ചിട്ടുള്ള ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ സയൻസ്, ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിലബസിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലൂടെ ഒരു ഭാഗം കൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 6 പാർട്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ നോക്കി, ഇത്രത്തോളം മാത്രമാണ് നമുക്ക് സിവിലിൽ വരുന്നത്. അതായത് നമ്മൾ സിവിലിന്റെ എല്ലാ സബ്ജക്റ്റുകളും ഇരുന്ന് പഠിക്കണ്ട. നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ സർവേയിങ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്താണ് ബേസിക്സ് ആയിട്ട് പഠിക്കുന്നതാണ്, അല്ലെ. ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു പുതുതായിട്ട് പഠിക്കേണ്ട ഒരു കേസ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്കൊരു പാർട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പാർട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏകദേശം 10 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സിവിൽ നമുക്ക് ഏകദേശം 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്ക്, നിങ്ങൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള. തെർമോഡൈനാമിക്സ്, IC എഞ്ചിൻസ്, RIC, അതുപോലെ മാനുഫാക്ചറിങ്, മെഷീൻ ടൂൾസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് വരുന്നത്, സിലബസിൽ വരുന്നത്. ഏകദേശം 10-12 മാർക്സിന് കഴിഞ്ഞ തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർട്ട്, ഇപ്പൊ നമ്മൾ 3 പാർട്ട് പറഞ്ഞു, 4ാമത്തെ പാർട്ട് വരുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിലും തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, നമ്മൾ ഫസ്റ്റ് ഇയറിന് മാത്രമല്ല നമ്മൾ +2 എന്നൊക്കെ പഠിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. സർക്യൂട്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC കറണ്ട്, 3 ഫേസ് സിസ്റ്റം, അതുപോലെ തന്നെ മെഷീൻസ് ആൻഡ് പവർ സിസ്റ്റം, അതിൽ നിന്നുള്ള ബേസിക്സ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ, നമ്മൾ ഡയറക്റ്റ് വായിച്ചു പോകുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ദെൻ നമ്മൾ 5ാമത്തെ പാർട്ടായിട്ട് വരുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്, അല്ലെ. ഇത് നോക്കണം നിങ്ങൾ, നമ്മളിതാ പഠിച്ചിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക്
ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൻ്റെ PN ജംഗ്ഷൻ ഡയോഡ്, സെനറ്റ് ഡയോഡ്, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറേ സ്വിച്ചസിൻ്റെ വർക്കിംഗ്, പിന്നെ വരുന്നതാണ് മൈക്രോ കൺട്രോളേഴ്സ്. അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറേ പഠിച്ച കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സിൽ വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? ഇത് നേരിട്ട് പാർട്ട് 6 ആണ്, നോക്കണ്ട. പാർട്ട് 6 ഏതാണ് വരുന്നത്? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് അല്ലെ, പ്രോഗ്രാമിൻ്റെ ബേസിക്സ്, ഡാറ്റ റെപ്രസെന്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയാണ് നമുക്ക് സിലബസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ, അപ്പോൾ നിങ്ങളൊക്കെ IAS സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു നല്ലൊരു ഗ്ലാമർ പോസ്റ്റ് നേടിയെടുക്കണം. അതിൽ നല്ലൊരു റാങ്ക് തന്നെ, ഒരു 50, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മെയിൻ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 100-നടുത്തായിരുന്നു. അപ്പോൾ നമ്മളൊരു 50-ന്റെ താഴെ റാങ്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ? നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു 50 മാർക്കിന്റെ താഴെ, 50 റാങ്കിന് താഴെ റാങ്ക് വേണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ നേരത്തെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ ഇതിന്റെ സിലബസ് മനസ്സിലാക്കുക. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ പല ഗ്രൂപ്പുകളിലായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ സിലബസ് എന്ത് ചെയ്യുക? സിലബസ് ഒരു 3-4 തവണ അത് വായിച്ചൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഏതാണ് ബ്രാഞ്ച്, ബാക്കിയുള്ള ബ്രാഞ്ചുകളുടെ ടോപ്പിക്കുകൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയാം, അപ്പോൾ അതിന് അത് എത്രത്തോളം പഠിക്കണം, എത്ര സമയം മാറ്റി വെക്കണം. എന്തെന്നാലും കഴിഞ്ഞ തവണ 1 വർഷത്തോളം നമുക്ക് എക്സാമിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ആവറേജ് 8 മാസം എന്നുള്ള രീതിയിൽ, ഇനി ഈ ഒരു ഏപ്രിൽ മുതൽ 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ഷെഡ്യൂൾ, ഒരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോന്നിനും ഇത്ര ദിവസം, ഇത്ര മണിക്കൂറുകൾ നമ്മൾ വേണമെന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ എനിക്ക് വലിയ നോളേജ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സിനും കുറച്ചും കൂടെ കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടി വരും. ഇനി നിങ്ങളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ അത്യാവശ്യം കുറച്ച് അറിയുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടത് ഏതാണ്? സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിനായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതാണോ ബ്രാഞ്ച്, അതുപോലെ ഈ പറയുന്ന ബേസിക് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടത്, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും, അത് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അതുപോലെ ഈ സിലബസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോസ് സൈലം ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനൽ വഴി പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ, ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് കഴിഞ്ഞ എക്സാമിൻ്റെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 125/2018 ആണ്. അപ്പോൾ അതിൽ ഇതാ നോട്ടിഫിക്കേഷൻ വന്നത് 2018 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് വന്നത്. എക്സാം നടന്നത് 2019 ഡിസംബറിലാണ്. അതായത് 1 വർഷം 2 മാസം എക്സാമിന് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ അത് ആ ഒരു സമയത്ത് PSC പൊതുവേ ആ ഒരു സമയം എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, കറന്റ് PSC പെട്ടെന്ന് എക്സാംസുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ആവറേജ് 8 മാസം എന്നുള്ള രീതിയിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഷോർട്ട് ലിസ്റ്റ് വന്നത് 2000 കൊറോണയൊക്കെ കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും ഒക്കെ റിലീസ് ചെയ്യാൻ 2021 ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇനി ആർക്കെങ്കിലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ്, PSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 67/2019. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നാളേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾ ഈ പറയുന്ന IO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഈ ഒരു IO ബാച്ചുകൾ, കോഴ്സുകൾ ഉണ്ടോ എന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. സോ IOക്ക് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസുകളൊക്കെ സൈലം ടെക്നിക്കൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? ഇത് തയ്യാറെടുപ്പുകൾ തുടങ്ങാം. എല്ലാവർക്കും ഈ ഒരു IO സ്വപ്നം കാണുന്ന എല്ലാവർക്കും സൈലം ടെക്നിക്കലിൻ്റെയും എൻ്റെയും വക ഓൾ ദി ബെസ്റ്റ് ആൻഡ് thank you.